അതേപോലെ അപ്പം തന്ത്രി നല്ല തന്ത്രിമാർ പറഞ്ഞാൽ അത് നല്ല ഫലത്തിൽ വരും. എപ്പോഴാ പറഞ്ഞേ? ഇതിൻ്റെയൊക്കെ ഒരു മാസം മുമ്പ്. ആരാ തന്ത്രി? അയാളൊന്നും കാണണല്ലോ. അയാളെ പേപ്പറിലൂടെ അടിച്ചിറക്കിയത്. അതെ. ആ 4 ദിവസം മുമ്പ് പെയ്ത മഴയില്ലേ, മിലിഞ്ഞാന്നാണ് നിന്നത് ശരിക്കും പറഞ്ഞ. പക്ഷേ അത് നിന്നില്ലെങ്കിൽ പെട്ടെന്നെ എൻ്റെ വീടിൻ്റെ കിണറൊക്കെ നിറഞ്ഞു, ഫുള്ളായി. ഒന്നും പറയണ്ട. അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞ് കേട്ടില്ല ശരിക്കും, ഒന്നും കൂടി പറയുമോ? മഴ വെള്ളം കുറവ്, മഴ അതായത് ഒരുപാട് വേനൽ അനുഭവപ്പെടും. നമ്മുടെ ആവശ്യങ്ങൾക്ക് വെള്ളം കിട്ടില്ല. അഥവാ പെയ്യുന്ന 1-2 മഴ ഈ ഭൂമിയെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അതായത് ഉരുൾപൊട്ടല്, കൊടുങ്കാറ്റ്, വീടുകൾ നശിക്കല്, അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ടാക്കുമെന്ന് അത് സംഭവിക്കും. പിന്നെയും സംഭവിക്കാം. നമ്മളുടെ ഇവിടെ സംഭവിച്ചില്ലെങ്കിലും പല ഭാഗത്തും സംഭവിക്കുന്നുണ്ട്. ആസാമിലൊക്കെ അവസ്ഥ എന്താണ് ഇപ്പോൾ? നമ്മളിപ്പൊക്കെ പണ്ട് കാരണന്മാര്, വീട്ടിലെ കാരണന്മാര് പറഞ്ഞാണ് ഈ ഭരണി നാട്ടുകാരിയുടെ തണ്ടം പൂട്ടി കഴിഞ്ഞതും വരയ്ക്കുക. അത് വരച്ചാൽ അത് മുള വരും, കൃഷി നല്ല രീതിയിലാവും. നിന്ന് ഭരണി നാട്ടുകാരിയിൽ നെറ്റിട്ടാ അത് കെട്ടുള്ളത് തന്നെ മുളക്കില്ല. നല്ല മനുഷ്യരൊക്കെ പോയിന്ന്, മൺമറിഞ്ഞ് പോയില്ലേ? അതുകൊണ്ട് പിന്നെ ഒക്കെ കണക്കന്നെ. പണ്ഡിതന്മാരൊക്കെ പോയി. പൈസ ആയ പോണ്ടല്ലേ? നാരായണ ഗുരു ഒരു മനുഷ്യവംശത്തിൽ പറഞ്ഞതല്ലോ. അതിൻ്റെ ഒക്കെ വായിച്ചു നോക്കിയാൽ നമ്മൾ അതിൻ്റെ മനുഷ്യകുലത്തിലാണോ എന്നുള്ളത് നമ്മൾ സംശയിച്ചു പോകും. ഇപ്പോഴും വായിക്കും ബുക്കും കാര്യങ്ങളൊക്കെ? അച്ഛൻ വായിക്കുമോ? ഓ, ഞാനൊക്കെ എല്ലാ ദിവസവും രാമായണം വായിക്കും. അതെ. എത്ര നേരം? അങ്ങനൊന്നുമില്ല, കുറഞ്ഞത് ഒരു 1.5 മണിക്കൂർ മേലെ വായിക്കും. അമ്മോ, ഇവിടെ 1.5 മണിക്കൂർ പോയിട്ട് 1 മിനിറ്റ് ഇരിക്കാൻ സമയമില്ല ഇപ്പോഴത്തെ ജനറേഷത്തിലെ പിള്ളേർക്ക്. ക്ഷമയില്ലാത്ത പിള്ളേരായിക്കണ് ഇപ്പോൾ. ഇന്ന് കാലത്തില്ലേ നോക്കതാ, ഒരു 10 മിനിറ്റ് ബസ് കാത്ത് നിൽക്കാൻ വയ്യ. എന്തൊക്കെയാ കാണിക്കണമെന്ന് അറിയോ ഒരു ബസ് കാത്ത് നിൽക്കാൻ? അറിയില്ല. വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ സംഭവമാണ് പറഞ്ഞിട്ടാണ് അല്ലേ? പോയി പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു 1-2 മക്കളുണ്ടാവും. പിന്നെ അവര് പെൺകുട്ടികളുടെ വീട്ടിലും പോയി ഇവരിവിടെ അടുത്ത് പോയിട്ട് നടക്കൽ പറഞ്ഞു. ഞങ്ങളുടെ അവിടെയൊക്കെ അത്ര വീട്ടിലിരിക്കുന്നതല്ല. എന്ത് ചോർക്കുന്നിലെ രാധാട്ടനെയൊക്കെ അറിയോ? അറിയില്ല. കോപ്പറേറ്റീവ് വർക്ക് ചെയ്താൽ അതിനൊക്കെ പെങ്ങളുടെ മകൻ കല്യാണം ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടതാണ്. അവരുടെ കുടുംബത്തിലെ 3 ആളുടെ മക്കളും കല്യാണം കഴിഞ്ഞ് 2 മക്കളായി. അവരൊക്കെ അവരവരുടെ പാർട്ടി ഇവിടെ കള്ളു കുടിച്ച് ഇവര് കള്ളു കുടിക്കുന്നതുകൊണ്ടാണ് അവരുടെ വീട്ടിൽ പോയത്. അപ്പൊ ഇപ്പോഴും വരാൻ പറഞ്ഞിട്ട് അവർ വരുന്നേ ഇല്ല. ഈ കള്ളുകൂടിയൻ്റെ അവിടെ ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നതാണ്. അതേപോലെ അനേകം വീടുകളിലുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു ആലോചിക്കുമ്പോൾ പിടി ലഹരി തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിനെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നേരാവൂല്ല. അങ്ങനെ എത്രത്തെ ജന്മങ്ങൾ പാഴായി പോയിട്ടുണ്ടെന്നറിയോ? ഒരുപാട് ആളുകൾ പാഴായി. ഇപ്പൊ ഇല്ല. ഇപ്പൊ നല്ല മനുഷ്യന്മാര്
അപൂർവം ഒന്നോ രണ്ടോ ഇവിടെ കണ്ടാ കണ്ടു, അത്ര തന്നെ. ഒക്കെ ക്രിമിനലൊക്കെ ആയി പോയിക്കണ്. ശരിക്കും പറഞ്ഞാൽ സ്നേഹം സമാധാനം ഇന്ന് കാലത്ത് ഉണ്ടാ മനുഷ്യർക്ക്? ഇല്ല, എൻ്റെ അറിവിലില്ല.